ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്ര ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അഗ്നിവീർ GD 2025 എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? എല്ലാവരും റെഡി ആണോ? സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കെമിക്കൽ ചേഞ്ച്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഒരെണ്ണം മാത്രം എന്തല്ല, കെമിക്കൽ ചേഞ്ച് അല്ല. അത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡൈജഷൻ ഓഫ് ഫുഡ്, ഓപ്ഷൻ ബി കേർഡിംഗ് ഓഫ് മിൽക്ക്, ഓപ്ഷൻ സി റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്, ദെൻ ഓപ്ഷൻ ഡി ഫ്രീസിംഗ് ഓഫ് വാട്ടർ. ഈ നാലെണ്ണത്തിൽ ഏതാണ് നോട്ട് എ കെമിക്കൽ ചേഞ്ച്? കെമിക്കൽ ചേഞ്ച് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഡൈജഷൻ ഓഫ് ഫുഡ് എന്താണ്? നമുക്കറിയാം, നമ്മൾ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് മാറ്റി എന്ത് ചെയ്യുക? അത് എന്ത് ചെയ്യുകയാണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ഇനി നോക്കിയേ, കേർഡിംഗ് ഓഫ് മിൽക്ക് എന്താണ്? പാല് പുളിപ്പിച്ച് എന്താക്കി മാറ്റുകയാണ്? തൈരാക്കി മാറ്റുകയാണ്. അതും എന്തിന് എക്സാമ്പിൾ ആണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ഇനി നോക്കിയേ, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് എന്താണ്? ഫ്രൂട്ട് പഴുപ്പിക്കുക അല്ലേ? നമ്മൾ ഫ്രൂട്ടിനെ എന്ത് ചെയ്യുക? പഴുപ്പിച്ചെടുക്കുകയാണ്. അതും എന്തിന് എക്സാമ്പിൾ ആണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് മാത്രമാണ് നോട്ട് എ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി ഫ്രീസിംഗ് ഓഫ് വാട്ടർ അല്ലേ? ഫ്രീസിംഗ് ഓഫ് വാട്ടർ. വെള്ളം എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തണുപ്പിച്ചു, ഐസാക്കി മാറ്റി. ഈ ഐസിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? തിരിച്ച് വാട്ടറാക്കി മാറ്റാനായിട്ട് പറ്റും. അതുകൊണ്ട് എന്താണ്? അതൊരു ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഫ്രീസിംഗ് ഓഫ് വാട്ടർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ പവർ ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ്. കോൺവെക്സ് ലെൻസിന്റെ പവർ താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നെഗറ്റീവ്, ഓപ്ഷൻ ബി പോസിറ്റീവ്, ദെൻ ഓപ്ഷൻ സി 0, ദെൻ ഓപ്ഷൻ ഡി ഇമാജിനറി. ഈ നാലെണ്ണത്തിനകത്ത് ഏതാണ് ചോദിച്ചേക്കാം? കോൺവെക്സ് ലെൻസിന്റെ പവർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ? കോൺവെക്സ് ലെൻസിന്റെ പവർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതാണ്? പോസിറ്റീവ് ആണ് എന്തെന്ന് പറയുക? പവർ ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറയുക. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ആസ് എ നാച്ചുറൽ മാഗ്നറ്റ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് നാച്ചുറൽ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓഷൻ, ഓപ്ഷൻ ബി സൺ, ഓപ്ഷൻ സി മൗണ്ടെയിൻസ്, ദെൻ ഓപ്ഷൻ ഡി എർത്ത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നാച്ചുറൽ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതായിരിക്കും? നിങ്ങളുടെ ആൻസർ അറിയാമോ ഏതാണെന്ന്? ഏതാണ്? എർത്താണ് അല്ലേ? എർത്താണ് എന്തെന്ന് പറയുക? ഒരു നാച്ചുറൽ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എർത്താണ് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആൻഡ്ര ഡിഫൻസ് അക്കാഡമിയിൽ എല്ലാ ട്രേഡ്സിന്റെയും മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർമി GD, അഗ്നിവീർ ഓഫീസ് അസിസ്റ്റന്റ്, ട്രേഡ്സ്മാൻ, അഗ്നിവീർ ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്കുള്ള മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ എന്താണ്? വർക്കൗട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ എല്ലാവരും ചെയ്ത് നോക്കുക. എക്സാമിന് ഏറ്റവും ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 1 ടെസ്ല ഈസ് ഈക്വൽ ടു. ഒരു ടെസ്ല എന്ന് പറഞ്ഞ എന്താണ്? മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് അല്ലേ? മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് ടെസ്ല എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഒരു ടെസ്ല എന്ന് പറയുന്നത് എത്ര ഗസ്സിന് ഈക്വൽ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ടെസ്ല എന്ന് പറയുന്നത് എത്ര ഗസ്സിന് ഈക്വൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 10⁴ ഗസ്സിന് ഈക്വൽ ആണ് കേട്ടോ. 10⁴ ഗസ്സിന് ഈക്വൽ ആണ്. തിരിഞ്ഞു പോകരുതേ കേട്ടോ. 10⁴ ഗസ്സിന് ഈക്വൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ബൈ വിച്ച് മെക്കാനിസം ഓഫ് ആക്ഷൻ ദ സ്മെൽ സ്പ്രെഡ് ത്രൂ ദ റൂം വെൻ ദ ലിഡ് ഈസ് ഓപ്പൺ? നമ്മൾ ഒരു റൂമിൽ നിന്ന് ഏതെങ്കിലും ഒരു ബോട്ടിലിന്റെ എന്ത് ചെയ്യുകയാണ്? ടോപ്പ് അല്ലെ, അതിന്റെ ക്യാപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ റൂമിൽ എന്ത് ചെയ്യുകയാണ്? ഇതിന്റെ മണം അല്ലെ, ഇതിന്റെ സ്മെൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ സ്പ്രെഡ് ചെയ്യുന്നത് ഏത് പ്രോസസ് വഴി എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പ്രഷർ ഇൻ ദ ബോട്ടിൽ, ഓപ്ഷൻ ബി ബോട്ടിൽ കംപ്രഷൻ, ദെൻ ഓപ്ഷൻ സി ഡിഫ്യൂഷൻ, ദെൻ ഓപ്ഷൻ 4 ഏതാണ്? ഓസ്മോസിസ്. ഈ 4 എണ്ണത്തിനകത്ത് ഏത് പ്രോസസ്സ് വഴിയായിരിക്കും ആ റൂമിൽ ഫുൾ എന്ത് ചെയ്യുക? ആ സ്മെല്ല് സ്പ്രെഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ 3ാമത്തെ ഓപ്ഷൻ ആണ്. ഏതാണ്? ഡിഫ്യൂഷൻ ആണ് കറക്റ്റ് ആൻസർ. കിട്ടിയോ? 5 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ? താഴെ തന്നിരിക്കുന്നതിനകത്ത്
ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെൽഷ്യസ്, ഓപ്ഷൻ ബി കെൽവിൻ, ദെൻ ഓപ്ഷൻ സി ഡിഗ്രി, ദെൻ ഓപ്ഷൻ ഡി ഫാരൻഹീറ്റ്. അല്ലെ, ഈ ടേംസ് എല്ലാം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ, സ്കെയിൽസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, സെൽഷ്യസിനകത്തൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോഡി ടെമ്പറേച്ചറോ അല്ലെങ്കിൽ എന്താണ് ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഫാരൻഹീറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ ഡിഗ്രി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ചോദിച്ചേക്കുക? SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് അല്ലെ ഏതെന്നാണ് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ബി കെൽവിൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ബാക്കിയെല്ലാം എന്താണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള എന്താണ് സ്കെയിൽസ് ആണ് കേട്ടോ. നമുക്ക് ഈ സ്കെയിൽസിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് കെമിക്കൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. എർത്ത് അറ്റ്മോസ്ഫിയറിൽ ഓസോൺ ലെയറിൽ വിള്ളൽ വീഴാൻ കാരണമായിട്ടുള്ള ഗ്യാസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ CFC, ഓപ്ഷൻ ബി മീഥൈൻ, ഓപ്ഷൻ സി സൾഫർ ക്ലോറൈഡ്, ഓപ്ഷൻ ഡി നൈട്രജൻ. ഈ 4 ഓപ്ഷനകത്ത് എന്താണ് ഓസോൺ ഡിപ്ലീഷന് കാരണമായിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ എ CFC ആണ്. എന്താണ് CFCയുടെ ഫുൾ ഫോം? ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെ. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് എന്തെന്ന് പറയുക? അതായത് ഓസോൺ ഡിപ്ലീഷന് കാരണമായിട്ടുള്ളത്. ക്ലിയർ ആണോ? മീഥൈൻ അല്ലെ, മീഥൈൻ എന്താണ്? CH4 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? മാർഷ് ഗ്യാസിൽ കാണപ്പെടുന്നുണ്ട്, CNG കാണപ്പെടുന്നു അല്ലെ. ഇതിലൊക്കെ മെയിൻ കമ്പോണന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മീഥൈൻ ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കൊമേഴ്ഷ്യലി സോഡിയം ബൈകാർബണേറ്റ് ഈസ് നോൺ ആസ്. കൊമേഴ്ഷ്യലി സോഡിയം ബൈകാർബണേറ്റിനെ പറയുന്ന പേര് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബേക്കിംഗ് സോഡ, ഓപ്ഷൻ ബി സോഡ ആഷ്, ദെൻ ഓപ്ഷൻ സി ബ്ലീച്ചിങ് പൗഡർ, ദെൻ ഓപ്ഷൻ ഡി വാഷിംഗ് സോഡ. ഈ 4 എണ്ണത്തിനകത്ത് ഏതാണ് എന്തെന്നറിയപ്പെടുക? സോഡിയം ബൈകാർബണേറ്റ് എന്നറിയപ്പെടുക അല്ലെ. സോഡിയം ബൈകാർബണേറ്റ്, തിരിഞ്ഞു പോകരുത്, സോഡിയം ബൈ ഉള്ളതുകൊണ്ട് എന്താണത്? ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇവിടെ ബൈ വന്നുകൊണ്ട് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. എന്താണ്? ബേക്കിംഗ് സോഡയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? സോഡിയം ബൈകാർബണേറ്റ് എന്ന് അറിയപ്പെടുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വാഷിംഗ് സോഡയെ പറയുന്ന പേരെന്താണ്? വാഷിംഗ് സോഡയെ പറയുന്ന പേരെന്താണ്? സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് എന്നാണ് എന്തിനെ അറിയപ്പെടുക? വാഷിംഗ് സോഡയെ അറിയപ്പെടുക. ഇത് രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ബേക്കിംഗ് സോഡയാണെങ്കിൽ ബൈ വരും, വാഷിംഗ് സോഡയാണെങ്കിൽ എന്തില്ല? ബൈ ഇല്ല. അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ എർത്ത് ഈസ് നോൺ ആസ്. എർത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സിസ്മോഗ്രാഫ്, ഓപ്ഷൻ ബി കോക്ക് മീറ്റർ, ഓപ്ഷൻ സി ബാരോമീറ്റർ, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. ഈ 4 ഓപ്ഷനകത്ത് എർത്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? സീസ്മോഗ്രാഫ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? എർത്ത് മെഷർമെന്റിന് യൂസ് ചെയ്യുക. ബാരോമീറ്റർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുക? ബാരോമീറ്റർ എന്ന് പറയുക. ഓക്കെ ആണോ? അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ തരാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. നോട്ട് ഉണ്ട്, അതുകൊണ്ട് എന്താണ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ എ ആൽക്കഹോൾ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി LPG, ദെൻ ഓപ്ഷൻ ഡി പെട്രോൾ. ഈ 4 എണ്ണത്തിനകത്ത് കത്താത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് കത്താത്തത്? ആൽക്കഹോൾ എന്ത് ചെയ്യുന്നുണ്ട്? കത്തുന്നുണ്ട് അല്ലെ. ആൽക്കഹോൾ ഇരുന്ന ഒരു ബോട്ടിലിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു മാച്ച് ബോക്സ് കത്തിച്ചതൊട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് കത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. എവിടെയാണ് നമ്മൾ ഗ്യാസ് ആയിട്ട് നമ്മൾ എന്താണ് വീടുകളിൽ ഉപയോഗിക്കുന്ന ഏതാണ്? LPG ആണ്. മെയിൻ കണ്ടന്റ് ഏതൊക്കെയാണ്? ബ്യൂട്ടൈനും പ്രൊപ്പൈനും
അല്ലെ? ബ്യൂട്ടൈനും പ്രൊപ്പൈനും ആണ് എന്തെന്ന് പറയുക, LPGയിലെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുക. ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി നോക്കിയേ, പെട്രോള് അല്ലെ? പെട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം പെട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്? കത്തുന്ന സാധനമാണ് എന്തെന്ന് പറയുക, പെട്രോള്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനകത്ത് ഏത് മാത്രമേ ഉള്ള ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക? ഓപ്ഷൻ ബി, ഓക്സിജൻ മാത്രമാണ് കേട്ടോ. ഓക്സിജനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എടുക്കാമല്ലോ. കത്താൻ സഹായിക്കുന്ന വാതകം അല്ലെ? ബേണിംഗ് ഗ്യാസ്. ബേണിംഗ് ഗ്യാസ് കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് കേട്ടോ. ഏതാണ്? അല്ലെങ്കിൽ എന്താണ്? തീ അണയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ടൊക്കെ ഉപയോഗിക്കുക ഏതാണ്? എന്താണ്? ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. When blue litmus was added to an unknown liquid in a test tube. അല്ലേ? ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, അതിനകത്ത് നമുക്ക് എന്താണ്? ഒരു ലിക്വിഡ് തന്നിട്ടുണ്ട്. ഈ ലിക്വിഡിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? ബ്ലൂ കളർ ലിറ്റ്മസിനെ എന്ത് ചെയ്തു? ഡിപ്പ് ചെയ്തു. ഡിപ്പ് ചെയ്തപ്പോൾ അത് എന്തായിട്ട് മാറി? റെഡ് കളറായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഏതാണ്? ഓപ്ഷൻ എ ആസിഡ്, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി ആൽക്കലി, ദെൻ ഓപ്ഷൻ ഡി സലൈന്. നമുക്കറിയാം എന്താണ് ആസിഡും ബേസും അല്ലേ? ആസിഡും ബേസും ഉണ്ട്. അസിഡിക് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സോർ ടേസ്റ്റ് ഉള്ളത് അല്ലേ? പുളി ഉള്ളതാണ് എന്തെന്ന് പറയുക? അസിഡിക് മീഡിയം. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിറ്റർ ടേസ്റ്റ് ആണ് അല്ലേ? ബിറ്റർ ടേസ്റ്റ് ആണ് എന്തെന്ന് പറയുക? ബേസിന് ഉള്ളത്. ക്ലിയർ ആണോ? ബിറ്റർ ടേസ്റ്റ് ഏതിനാണുള്ളത്? ബേസിനാണുള്ളത്. അതുകൊണ്ട് നോക്കി, ഇനി നമ്മൾ ചോദിച്ചൊക്കെയാണ്. ഇനി നമുക്ക് രണ്ടും ലിറ്റ്മസ് പേപ്പർ രണ്ടെണ്ണം നോക്കാറുണ്ട്. ഏതൊക്കെയാണ്? ബ്ലൂ കളർ ലിറ്റ്മസും ഉണ്ട്, അതുപോലെ എന്താണ്? റെഡ് കളർ ലിറ്റ്മസും ഉണ്ട്. രണ്ട് കളർ ലിറ്റ്മസ് പേപ്പർ ആണുള്ളത്. ബ്ലൂ കളർ ലിറ്റ്മസ് പേപ്പർ എന്താണ്? റെഡ് ആക്കി മാറ്റുകയാണെങ്കിൽ, ബ്ലൂ കളർ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളർ ആക്കി മാറ്റുകയാണെങ്കിൽ അതെന്താണ്? അസിഡിക് മീഡിയം ആണ്. എന്താണ്? അസിഡിക് മീഡിയം ആണ്. റെഡ് കളറിനെ എന്താക്കി മാറ്റുകയാണ്? ബ്ലൂ കളർ ആക്കി മാറ്റുകയാണെങ്കിൽ അതെന്താണ്? ബേസിക് മീഡിയം ആണ്. തിരിഞ്ഞു പോകരുത്. ബ്ലൂ കളറിനെ റെഡ് ആക്കി മാറ്റുന്നത് എന്താണ്? ആസിഡും. റെഡിനെ ബ്ലൂ ആക്കി മാറ്റുന്നത് എന്താണ്? ബേസുമാണ്. ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അതുകൊണ്ട് ഇതിനകത്തുള്ള ആൻസർ ഏതാണ്? റെഡ് കളർ ആക്കി മാറ്റുകയാണെങ്കിൽ ആ സൊല്യൂഷൻ എന്താണ്? ഓപ്ഷൻ എ ആൻഡ് ആസിഡ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Earthquake produce which kind of sound before the main shock wave begins? അല്ലേ? എർത്ത് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാം? എർത്ത് പ്രൊഡ്യൂസ് വിച്ച് കൈൻഡ് ഓഫ് സൗണ്ട്? ഏത് തരത്തിലുള്ള സൗണ്ട് ആണ് എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അൾട്രാസൗണ്ട്, ഓപ്ഷൻ ബി ഇൻഫ്രാസൗണ്ട്, ഓപ്ഷൻ സി ഓഡിബിൾ സൗണ്ട്, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഇതിനകത്ത് ഏതാണ് നമുക്ക് ഇതിനകത്ത് ചോദിച്ചേക്കുന്നതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഇൻഫ്രാ സൗണ്ട് ആണ് കേട്ടോ. നമുക്കറിയാം നോർമൽ പരിധി എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ഹെഡ്സ് തൊട്ട് എന്താണ് 20,000 ഹെഡ്സ് വരെയാണ് എന്തെന്ന് പറയുക ശ്രവണ പരിധി അല്ലേ? നമ്മൾ കേൾക്കാൻ പറ്റുന്നത് 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെയാണ്. ഈ ഒരു ഓഡിബിൾ റേഞ്ച് ആണ് എന്ത് ചെയ്യുക? ഹ്യൂമൻ ബീയിങ്ങിന് എന്ത് ചെയ്യുക? ഓഡിബിൾ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുക. 20-ൽ താഴെയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് കേട്ടോ. ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് എന്തെന്ന് അറിയുക? 20-ൽ താഴെയാണെങ്കിൽ, 20,000-ന് മുകളിലാണെങ്കിൽ ആ സൗണ്ടിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? അൾട്രാസോണിക് സൗണ്ട്. എന്താണ്? അൾട്രാസോണിക് സൗണ്ട് എന്ന് അറിയപ്പെടുക. ഇത് നമുക്ക് രണ്ട് ടൈപ്പിലുണ്ട്. അതുകൊണ്ട് എന്താണ് നോക്കിയേ, എർത്ത് പ്രൊഡ്യൂസ് വിത്ത് കൈൻഡ് ഓഫ് സൗണ്ട് ബിഫോർ ദ മെയിൻ ഷോക്ക് അല്ലേ? ബിഫോറിനാണ് നമുക്ക് ഇത് വന്നതിന് ശേഷം വരുന്ന സൗണ്ട്. ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഓപ്ഷൻ ബി ഇൻഫ്രാ സൗണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുക? വേവ്സ് അല്ലെങ്കിൽ എന്താണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്. ക്ലിയർ ആണോ? അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ PDF-കളും നോട്ടിഫിക്കേഷൻ PDF-കളും എല്ലാം ലഭിക്കുക നമുക്ക് ഈ ഒരു ടെലിഗ്രാം ചാനലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ നോൺ മെറ്റൽ യൂസ്ഡ് ഇൻ ദ വാൽക്കനൈസേഷൻ ഓഫ് റബ്ബർ അല്ലേ? റബ്ബറിന്റെ വാൾക്കനൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്? റബ്ബറിന്റെ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുക? എന്താണ് വാൾക്കനൈസേഷൻ എന്ന് പറയുക? അങ്ങനെയാണെങ്കിൽ ഈ വാൾക്കനൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന മെറ്റൽ അല്ലെങ്കിൽ എന്താണ് നോൺ മെറ്റൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ.
ഓപ്ഷൻ എ ഫോസ്ഫറസ്, ഓപ്ഷൻ ബി സൾഫർ, ദെൻ ഓപ്ഷൻ സി ഗ്രാഫൈറ്റ്, ദെൻ ഓപ്ഷൻ ഡി അയഡിൻ. ഈ 4 എണ്ണത്തിനകത്ത് വോൾക്കനൈസേഷൻ പ്രോസസ്സ്, റബ്ബറിന്റെ ഹാർഡ്നെസ് കൂട്ടുന്ന പ്രോസസ്സിന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി സൾഫർ ആണ് കറക്റ്റ് ആൻസർ. കിട്ടിയോ? അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റിയാക്ഷൻ ഓഫ് ആൻ ആസിഡ് വിത്ത് എ ബേസ് ഈസ് നോൺ ആസ്. ഒരു ആസിഡും ഒരു ബേസും കൂടെ റിയാക്ഷൻ നടക്കുന്നു അല്ലേ, അവിടുത്തെ പ്രോഡക്റ്റ് എന്തായിരിക്കും? സോൾട്ട് ആയിരിക്കും ഫോം ചെയ്യുക അല്ലേ. ആസിഡ് പ്ലസ് ബേസ് ഗീസ് എന്താണ് ലഭിക്കുക? സോൾട്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സോൾട്ട് ഫോർമേഷൻ ഏത് പ്രോസസ്സ് വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോസസ്സ് വഴിയാണ്? ഏതാണ്? ഓപ്ഷൻ എ ഡീകമ്പോസിഷൻ, ഓപ്ഷൻ ബി കമ്പഷൻ, ഓപ്ഷൻ സി റിഡോക്സ് റിയാക്ഷൻ, ദെൻ ഓപ്ഷൻ ഡി ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഏത് റിയാക്ഷൻ അനുസരിച്ചായിരിക്കും? ഓപ്ഷൻ ഡി ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് സോൾട്ടിന്റെ അല്ലെ പി എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 7 ആയിരിക്കും. അതെന്തായിരിക്കും? ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുക. ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? സോൾട്ട് ആയിരിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദ പി എച്ച് വാല്യൂ ഓഫ് ബ്ലഡ്. എന്താണ് പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് തന്നിരിക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ ന്യൂട്രൽ സൊല്യൂഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്കെയിലാണ് എന്തെന്ന് പറയുക? പി എച്ച് സ്കെയിൽ എന്ന് പറയുക. പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരെന്താണ്? സൊറൈൻ സൺ ആണ് എന്തെന്ന് പറയുക? പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര്. എവിടെ തൊട്ടാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുക? എന്താണ്? 0 to 14 ആണ്. 0 to 7 അല്ലേ. 0 to 7 ആണെങ്കിൽ എന്താണ്? അത് അസിഡിക് മീഡിയം ആണ്. 7 to 14 ആണെങ്കിൽ എന്താണ്? ബേസിക് മീഡിയം ആണ്. പിന്നെന്താണ് അറിയുക? ഈ പി എച്ച് വാല്യൂ 7 ആണെങ്കിൽ ആ സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കും? ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ബ്ലഡിന്റെ പി എച്ച് വാല്യൂ എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? എന്താണ്? ഓപ്ഷൻ ബി 7.4 അല്ലേ. അപ്പോൾ എന്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്തായാലും ആസിഡ് അല്ല. എവിടെ തൊട്ടാണ്? 0 to 7 വരാണെങ്കിൽ 7 ഉള്ളിൽ അല്ലെ 7ന്റെ അടുത്തോട്ട് വരാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. 7 ആണെന്നെങ്കിൽ എന്തായിരിക്കും? അത് ന്യൂട്രൽ ആയിരിക്കും. 7 ആണെങ്കിൽ എന്താണ്? ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. 7 കഴിഞ്ഞ് വരുന്ന എല്ലാം എന്തായിരിക്കും? ബേസിക് കണ്ടന്റ് ആയിരിക്കും. അന്നേരം എന്തായിരിക്കും? ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഏത് കണ്ടന്റിനോട് അടുത്തിരിക്കുന്നുണ്ട്? ബേസിക് കണ്ടന്റിനോട് അടുത്തിരിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഈ 15 ക്വസ്റ്റ്യൻസും ആർമിക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചെടുക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.